മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ജർമ്മനിയിലുള്ള സഭയ്ക്ക് മുൻപാകെ വചനവുമായി നിലകൊള്ളുവാൻ വലിയവനായ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ വളർച്ചയ്ക്ക് എല്ലാം കാരണമായി തീർന്ന ദൈവത്തിന്റെ വലിയ കൃപ, പല രാജ്യങ്ങളിലായിട്ട് വളരുന്ന ഈ സഭയോർത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ട് പ്രിയ ഷാജു പാസ്റ്റർക്കും അവിടെയുള്ള സഭയിലെ അംഗങ്ങൾക്കെല്ലാം ദൈവം കൊടുത്ത ദർശനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പെരുകുന്ന സഭയുടെ ഒരു അവസ്ഥ. ഹല്ലേലൂയ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അഭിഷേകത്താല് ആമേൻ ജർമ്മനിയിലുള്ള 16 സ്റ്റേറ്റിനകത്തും ആമേൻ വേലകൾ ആരംഭിക്കുവാൻ, അവിടെ പുതിയ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാൻ, തദ്ദേശീയരായ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാൻ എന്ന് മാത്രമല്ല, യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ആരാധന ശക്തമായ രീതിയിൽ നടക്കാൻ എല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. വേഗത്തിൽ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് നോക്കാം. അത് 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ കുറിവാക്യമായി ധ്യാനിച്ചു തുടങ്ങും. 23-ാം സങ്കീർത്തനം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിന്റെ 4-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമേ എന്ന് ഓർപ്പിക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മതി, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങളോട് സംസാരിക്കുമാറാകണം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വിഷമതകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ചോദ്യങ്ങളും, എല്ലാ സങ്കടങ്ങളും അങ്ങ് കാണുന്നുവല്ലോ. ഇന്ന് ഈ രാത്രികാലം ഞങ്ങളുടെ വ്യക്തിഗതമായ രീതിയിൽ അങ്ങ് ഇടപെടുമാറാകണം, സംസാരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ശുശ്രൂഷിക്കുന്ന എന്നിലും കേൾവിക്കാരായിരിക്കുന്ന ഏവരിലും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഒരുപോലെ വ്യാപരിച്ച് ഇവിടെ കേൾപ്പിക്കപ്പെടുന്ന ഓരോ വചനവും ഞങ്ങൾക്ക് ജീവനിൽ ആമേൻ വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ആമേൻ. ഇതിന്റെ സൂമിന്റെ വൈദ്യുത ശബ്ദ തരംഗ ക്രമീകരണങ്ങളെല്ലാം കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു രീതിയിലും തടസ്സങ്ങളൊന്നും കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്നിടത്ത് അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അങ്ങ് കൃപയാൽ മറക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മൾ ആദ്യം മനോഹരമായ പാട്ട് സഹോദരൻ ലിജോ പാടി. യഹോവ ഷാലോം, യഹോവ എലിയോൻ, യഹോവയുടെ പല നാമങ്ങൾ. അതിലെ ഒരു വെളിപ്പാടാ യഹോവ റോയി എന്ന യഹോവ എന്റെ ഇടയനാകും. ആ വെളിപ്പാടിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. യഹോവയുടെ പല നാമങ്ങളിൽ ഒരു നാമത്തിന്റെ വെളിപ്പാട്. യഹോവ എന്റെ ഇടയനാണ്. നമുക്ക് പലപ്പോഴും ഈ ഇടയനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ രീതികളെ കുറിച്ചൊന്നും അധികം പരിചയമില്ല. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഈ ഡൽഹി ഭാഗത്തേക്ക് നമ്മൾ രാജസ്ഥാൻ വഴിയൊക്കെ പോകുമ്പോൾ ഈ കൂട്ടമായി ആടുകളൊക്കെ അതിനെ മേയിച്ച് ആട്ടിടയരൊക്കെ പോകുന്നത് കാണാം. 600 കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിക്കും. അത്രയും ദൂരമൊക്കെ ഇങ്ങനെ ആടുകളെ മേയിച്ച് നടക്കും. ആ ഭാഗങ്ങളിലെല്ലാം ഒരു മരുഭൂപ്രദേശം എന്ന് തന്നെ പറയാം. എന്നാൽ പൂർണ്ണമായും മരുഭൂപ്രദേശമല്ല, ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പൊക്കെയുള്ള ഒരു ദേശങ്ങളാണ്. അപ്പൊ ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞാടുകളാകുന്ന സമയത്ത് ഈ ഒരു 10, 200, 300 ആടുകളെ ഇവരങ്ങ് ശേഖരിച്ച് ഈ ദേശത്ത് നിന്ന് ഈ പ്രധാനപ്പെട്ട ഏത് പട്ടണമാണെങ്കിലും ആ പട്ടണത്തിനടുത്തോട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോ ആ യാത്രക്കകത്ത് ഒരു 5-6 മാസം 8 മാസമൊക്കെ അങ്ങ് ചെലവഴിക്കും. ആ 8 മാസം കൊണ്ട് ഈ വഴിയിലുള്ള തീറ്റയും പുല്ലുമെല്ലാം തിന്നുവാനും അതിലൂടെയുള്ള വളർച്ചയുണ്ടായി
തക്ക സമയത്ത് അവിടെ എത്തുമ്പോഴത്തേനും അവർ ആഗ്രഹിക്കുന്ന തൂക്കവും വണ്ണവും എല്ലാം ആടുകൾക്കുണ്ടാവും. അവിടെ പോയി പട്ടണത്തിൽ ആടുകളെ വിൽക്കും. ആ പൈസയുമായി തിരിച്ച് വണ്ടി കയറി ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തും. ഇതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആട്ടിൻകൂട്ടം മാത്രമല്ല, ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുണ്ട്. കാരണം ഒരാൾ മാത്രമല്ലല്ലോ ആടിനെ നോക്കുന്നത്, ഒരുപാട് അങ്ങനെ ഉള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തരും അതിന്റെ പാത തെരഞ്ഞെടുക്കുന്നത് പല ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ടാണ്. അപ്പൊ ഈ ആടുകളൊക്കെ പോകുമ്പോൾ പല ലക്ഷണങ്ങളുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പച്ചപ്പുല്ല് എത്രത്തോളം തിന്നു തീർന്നു എന്നുള്ളത് ഈ ആട്ടിടയന്മാർക്ക് നോക്കിയാൽ അതിന്റെ ലക്ഷണം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ആടുകളൊക്കെ അവിടെ ശേഷിപ്പിക്കുന്ന അവശിഷ്ടം, അതിന്റെ എത്ര അത് ഉണങ്ങിയിരിക്കുന്നു, അത് നോക്കിയാലും മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ തൊട്ടു മുൻപാണ് അതിന്റെ ഒരു ആട്ടിൻകൂട്ടം ആ വഴിയിലൂടെ പോയതെങ്കിൽ പിന്നാലെ വരുന്ന ആട്ടിടയൻ വേറെയൊരു, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ റൂട്ട് മാറ്റി പിടിക്കാൻ ഇടയാവും. കാരണം വേറൊരു വഴി കൂടെ പോയില്ലെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെ പോവുകയാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. കാരണം ഇവർക്ക് മുന്നേ പോയ കൂട്ടം ആ ഇലകളെല്ലാം കഴിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം കഴിച്ചിങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഈ ആട്ടിടയൻ വേണം ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ശരിയായ വഴിയിലൂടെ കൂട്ടത്തെ നടത്താൻ. ആ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ ഈ ആടുകൾക്ക് കഴിക്കാനുള്ളത് കിട്ടുകയുള്ളൂ, കുടിക്കാനുള്ളതും കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ആട്ടിടയൻ ഈ പറയുന്ന വലിയ കൂട്ടത്തെ അങ്ങ് മേയിച്ചിങ്ങനെ നടത്തുന്നു. നടത്തി അവിടെ പട്ടണത്തിലേക്ക്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, എന്തിനാ ഈ വഴിയിലൂടെ നടത്തി തീറ്റിക്കുന്നേ? അവരെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ തന്നെ കഴിപ്പിച്ചുകൂടെ? അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷേ 200-300 ആടുകള് ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പോലും ആ ഏക്കർ മുഴുവൻ തിന്നു തീർക്കാൻ അവർക്ക് 2-3 ദിവസം മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എത്ര സ്ഥലം വേണ്ടി വരും ഇവരെയൊക്കെ ഒന്ന് ഈ ആട്ടിൻകൂട്ടത്തിനെയൊക്കെ പരിപാലിച്ചു വെക്കാൻ? അതുകൊണ്ട് ആ പോകുന്ന വഴിയിലൂടെയുള്ള ആ പുല്ലുണ്ടോ, അത് ആ വിഭവങ്ങളുണ്ടോ, അത് കഴിച്ചുകൊണ്ട് മുന്നോട്ട് അവരെ നടത്താനുള്ള വഴിയേ ആട്ടിടയന്മാർക്കുള്ളൂ. ആ ഒരു സാഹചര്യത്തിനകത്ത് നിന്ന ഇവിടെ ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കാരണം എന്താ? എന്റെ ഇടയൻ അറിയാം ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. എന്റെ ഇടയൻ കാണുന്നു. എനിക്കറിയാത്ത ജ്ഞാനം എന്റെ ഇടയനുണ്ട്. എന്റെ ഇടയൻ ചിലപ്പോൾ റൂട്ട് മാറ്റി പിടിപ്പിക്കും. ഇതുവരെ വന്ന വഴിയല്ല, തിരിച്ച് വേറെ ഒരു വഴിയിലൂടെ വിടുവിക്കും. അതൊക്കെ ദൈവത്തിന്റെ വലിയ കരുതല. ഹല്ലേലൂയ. ചിലരോട് ദൈവം വ്യക്തമായി പറയുക, നിന്റെ ജീവിതത്തിൽ ചില റൂട്ട് മാറ്റി പിടിക്കുന്ന ഈ അവസ്ഥകൾ വരാൻ പോകുന്നുണ്ട്. പക്ഷെ നീ ധൈര്യമായിട്ട് റൂട്ട് മാറ്റി പിടിച്ചോ. അത് നിനക്ക് കരുതല, ദൈവത്തിന്റെ വലിയ വിടുതല. അത് ശക്തമായിട്ട് നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. ആ റൂട്ട് ഏതിലൂടെ പോട്ടെ, ദൈവശബ്ദം നീ കേട്ടുകൊണ്ട് ആമേൻ ആ പുതിയ വഴിയിലൂടെ നീ പോവുകയാണെങ്കിൽ ആമേൻ ഇതുവരെ നിന്റെ കൂട്ടങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു അനുഗ്രഹം. ആമേൻ നിന്റെ കൂട്ടുകാരിൽ പരമായ ഒരു ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ. നീ റൂട്ട് മാറ്റി പിടിച്ചോ, മറ്റുള്ളവർ തുഴയുന്ന അതേ വഴി കൂടെ നീ പോകണ്ട. ആമേൻ നീ വെളിപ്പാട് പ്രാപിക്കുക. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നിന്നെ പഠിപ്പിക്കുക ചില ലക്ഷണങ്ങൾ കാണുവാനായിട്ട്. ഹല്ലേലൂയ. ചില വെളിപ്പാട് പ്രാപിക്കാനായിട്ട്, ചിലരുടെ ആമേൻ മുഖത്തിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്, അവരുടെ ഭാവങ്ങളിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് ദൈവം നിന്നെ പഠിപ്പിക്കുക. നീ അതിൽ മുഷിഞ്ഞു പോകല്ലേ. ഹല്ലേലൂയ. മുഷിഞ്ഞു പോകരുത്. ആമേൻ ആരോടും വിഷമം വിചാരിക്കരുത്. നീ പയ്യെ അവിടെ നിന്ന് മാറി കർത്താവ് പറയുന്ന വഴിയിലൂടെ നീ സ്റ്റെപ്പ് വെച്ചോ. നിന്റെ കൂടെയുള്ളവർ കാണുന്നതിനേക്കാളും വലിയ അനുഗ്രഹം ദൈവം നിനക്ക് കാണിച്ചു. ഹല്ലേലൂയ. 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 ആമേൻ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അറിയാലോ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലിൽപ്പെട്ട ഒരാള് ആ തൊഴിലിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ, വേറൊരു തൊഴിലിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള കൂട്ടര് എന്ന് കരുതപ്പെടുന്നത് ഈ മാലിന്യം എല്ലാം നിർമാർജനം ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാ. അപ്പോൾ ഈ 2024 വർഷമായിട്ടും
നമ്മൾ വിചാരിക്കും അവരെ ആരോ തറങ്കല്ലിങ്ങനെ ഇട്ട് അവരെ ആ ഒരു ഒരു ജോലിക്ക് അങ്ങ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ വസ്തുത ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത്, ഈ മാലിന്യം നീക്കുന്ന ആ തൊഴിലിനകത്ത് അവർക്ക് വരായം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ മാലിന്യം നീക്കുന്ന വീട്ടുകാര് അവർക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കും. പ്രത്യേക ഉത്സവങ്ങൾ വരുമ്പോൾ അപ്പോഴും കൊടുക്കും. ആ സ്ഥലത്ത് വേറെ ആരെങ്കിലും മാലിന്യം നീക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ ബഹളമായിരിക്കും. ഈ മുമ്പ് ചെയ്തിരുന്ന, അവിടെ സ്ഥിരമായി ചെയ്തിരുന്നവര് 10-50 കൊല്ലമായിട്ട് ഈ ഏരിയയിൽ അവര് തന്നെ ചെയ്തിരിക്കുന്നത്. അവരുടെ അപ്പനപ്പന്മാരെല്ലാവരും ആ ഏരിയയിൽ മാലിന്യം നീക്കുന്ന ജോലിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ആരെങ്കിലും വേറെ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് വയലന്റ് ആവും. ചുരുക്കി പറഞ്ഞ ഈ മാലിന്യം നീക്കുന്ന ജോലിയിലേക്ക് അവർ ഇത്രയും അതങ്ങ് അവരുടെ മനസ്സിനകത്ത് വേറെ ഒന്നും പറ്റത്തില്ല, ഇതേ പറ്റുള്ളൂ, ഇതിനകത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് വയലന്റ് ആവും. പറഞ്ഞതിന്റെ സാരം, അവർക്ക് വേണമെങ്കിൽ വേറെ നല്ല ജോലി ചെയ്യാം. പക്ഷെ എന്താ, അവരുടെ അകത്ത് ആ മനസ്സിന്റെ ചിന്തയിൽ അവർക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. ഇതാണ് ഏറ്റവും വലിയ തൊഴിലെന്നും പറഞ്ഞ് അവരിയ്ക്കുക. പറഞ്ഞതിന്റെ സാരം, കർത്താവിന്റെ ദൂത് ചിലരോട് പ്രത്യേകമായിട്ട് ഇടപെടുകയാണ്. ആ ചെയ്തു വന്നിരിക്കുന്ന കാര്യം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കരുത്. അവിടെ ദൈവം അതിലും ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്. പിടിവിടാൻ ചിലപ്പോൾ നമുക്ക് ദൈവഹിതത്തിന് പിന്നാലെ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ച് നീ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ, അമേൻ, നിന്റെ ചുറ്റും കാണുന്നവരിലും വെച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ രാത്രികാലം ദൂതരുന്നു. അപ്പോൾ നമ്മുടെ വാക്യത്തിലേക്ക് വരിക. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്വാഭാവികമായിട്ടും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, പിന്നെ നമുക്ക് എന്തിയേ മുട്ട് വരുന്നേ? എന്റെ ഇടയനാണെങ്കിൽ മുട്ടുണ്ടാകാൻ പാടില്ല, പിന്നെ എന്തുകൊണ്ടാ മുട്ട് വരുന്നേ? ഇതിന്റെ അകത്തെ ആ ഉത്തരം കിടക്കുന്നത് 3-ാമത്തെ വാക്യത്തിലാണ്. ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രാണന് ചൂട് വരുന്ന എന്തുണ്ട്? സാഹചര്യം ഉണ്ട് അതിനകത്ത്. പ്രാണനെ ചൂട് പിടിപ്പിക്കുന്ന, നമ്മുടെ തലയെ തരിപ്പിക്കുന്ന, എല്ലാത്തിനോടും ദേഷ്യം വരുത്തുന്ന സകല കാര്യം അതിനകത്തുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നതിന്റെ കൂടെയുണ്ട്. പക്ഷേ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നവൻ ഒരുവനുണ്ട്. അവൻ തണുപ്പിച്ചാൽ അത് മതിയെന്ന്. ഈ ലോകത്തിൽ എല്ലാം ഉണ്ടെന്നേ, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മറ്റ് ആട്ടിടയന്മാരെ പോലെ നാശത്തിലേക്കല്ല പോകുന്നത്, ഇവൻ ജീവനിലേക്കാണ് കൊണ്ടു നടക്കുന്നത്. ഇവൻ എന്റെ ഇടയനാണെങ്കിൽ ഞാൻ നിത്യത പ്രാപിക്കാൻ പോവുകയാണ്. അവൻ എന്നെ നീതിപാതകളിലാണ് നടത്തുന്നത്. ആമേൻ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയാണെങ്കിൽ പോലും എനിക്ക് ഭയമില്ല. കാരണം എന്താ? എന്നെ നടത്തുന്നവൻ എന്നെ നടത്തും. അവൻ എന്റെ അവസാനം വരെ കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. ചുരുക്കി പറഞ്ഞ, നീ അനുഭവിക്കുന്നത് മുട്ടല്ല, ദൈവപ്രവൃത്തിക്കായിട്ടുള്ള സാഹചര്യമാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, പ്രയാസങ്ങളുള്ള, പ്രാണനെ ചൂട് പിടിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ആമേൻ ആരാധനയിൽ നീ മുഴുകട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ടയറിനകത്തോട്ട് ആ എയർ നിറച്ച് ആ വണ്ടിക്കകത്ത് ഹല്ലേലൂയ, വണ്ടി ഓടുന്ന ടയറിനകത്ത് എയർ നിറച്ച് ഇങ്ങനെ എത്രയും നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു, അത്രയും ഉഷാറായിട്ട് വണ്ടി പോകുന്ന പോലെ നിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ, ആരാധന ജീവിതത്തിൽ നീ ബലപ്പെട്. ഹല്ലേലൂയ. നിന്റെ ആരാധന ജീവിതത്തിൽ നീ ബലപ്പെടുമ്പോൾ നിന്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് ഒരു തീർപ്പ് കൽപ്പിക്കും. നിന്റെ പ്രാണന് തണുപ്പ് അനുഭവിക്കുവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. നീ നീതിപാതയിലൂടെ നടക്കുവാനുള്ള വരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അകത്ത്, ആത്മാവിന്റെ അകത്ത് നിന്റെ പ്രാണന് ചൂട് പിടിക്കാൻ തുടങ്ങുമ്പോൾ, അധർമ്മത്തിന്റെ പാതയിലേക്ക് ശത്രുവായവൻ നിന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നീ ആരാധനയിൽ ഇരിക്കുക. ആമേൻ. യഹോവ എന്റെ ഇടയനാകുന്ന വെളിപ്പാട് നീ പ്രാപിക്കുക. ആമേൻ. യഹോവ റോയി നീ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇരിക്കുന്ന സ്ഥാനത്ത് പറ, യഹോവ റോയി, യഹോവ റോയി, യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മുട്ട് ഉണ്ടാകയില്ല. ഹല്ലേലൂയ. എന്നെ ജീവനിലേക്ക് നടത്തുന്നവനുണ്ട്, എന്നെ ജീവനിലേക്ക് നടത്തുന്നവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ആത്മീക ശുശ്രൂഷ നമ്മുടെ വചനത്തിൽ നിന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ലാസ് അല്ല, ഒരുമിച്ച് ആരാധിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പലരും കരുതി വെച്ചിരിക്കുന്നത് അത് വെറും ഒരു ക്ലാസ്, അതങ്ങ് കേട്ട് അങ്ങ് ക്ലാസിന്റെ കാര്യങ്ങൾ കേട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ആൾക്ക് മാർക്കൊക്കെ ഇട്ട് പൊടി തട്ടി വീട്ടിലേക്ക് പോകുന്നതല്ല. നീ പ്രാപിക്കുന്ന വെളിപ്പാട് നിന്റെ ജീവിതത്തിലേക്കുള്ളതാ. ഹല്ലേലൂയ. നിന്റെ വ്യത്യാസം വരാനുള്ള കാര്യങ്ങൾ നീ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃദാസര് നിന്നോട് പറയുന്ന വെളിപ്പാട് നീ ഏറ്റെടുത്ത് ഹല്ലേലൂയ നീ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മ ഒരുപോലെയാ ആമേൻ ശുശ്രൂഷകനിലും അവൻ ശുശ്രൂഷ ഏൽക്കുന്നവരിലും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദൂതുകള് ഹല്ലേലൂയ നിന്നോട് ഇടപെടുന്നതാ. അപ്പൊ നീ അത് പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിലിരുന്നു കൊണ്ട് നീ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ജീവിതമാണ് നമ്മുടെ ആമേൻ വിശ്വാസ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തില് ആമേൻ ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ കേട്ട് വെറും പൊടി തട്ടി പോകാനല്ല, വചനത്തിലൂടെ കേൾക്കുന്ന വെളിപ്പാട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ, ആരാധന ജീവിതത്തിൽ മാറ്റം വരട്ടെ, വചനധ്യാനത്തിൽ മാറ്റം വരുത്തട്ടെ. ഹല്ലേലൂയ. നിന്റെ അന്തരാത്മാവിന്റെ അകത്ത് ആമേൻ ഒരു തീ കത്തട്ട്, ഒരു തീ കത്തട്ട്. അതിനാൽ നീ ഒന്നും നിന്നെ തന്നെ വിട്, നിന്റെ അകത്ത് ഒരു തീ കത്തട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അകത്ത് ആമേൻ നീ ഒന്നും ചിന്തിക്കേണ്ട, ആരാ അടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട, ആരൊക്കെ എന്നെ നോക്കുന്നതെന്ന് ചിന്തിക്കേണ്ട, ആരെങ്കിലും കാണുമോ എന്ന് ചിന്തിക്കേണ്ട. നീ ഒരു നാണവുമില്ലാതെ ആമേൻ, അത് തന്നെ വാക്ക്, നാണവുമില്ലാതെ ദാവീദ് നഗ്നനായി ആമേൻ, ആമേൻ, ആമേൻ അവന്റെ പേട്ടകത്തിന്റെ മുമ്പില് ആമേൻ നൃത്തം ചെയ്തതുപോലെ ഒരു നാണവുമില്ലാതെ നീ ആരാധിക്ക്. നിന്നെ പിടിച്ചു വെക്കുന്ന ശത്രുവിന്റെ സകല ബന്ധനങ്ങള് നിന്നെ ആരാധിക്കാൻ സമ്മതിക്കാതെ ആമേൻ നിനക്കൊന്നും മനസ്സ് തുറന്ന് നിന്റെ അകത്തളത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആമേൻ സമ്മതിക്കാതെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. വീണ്ടും വീണ്ടും പറയാ, നിന്റെ ആരാധനയ്ക്കകത്ത് നീ മറക്കരുത്, നീ ഇരിക്കുന്നത് മഹാനായ ദൈവത്തിന്റെ മുമ്പിലാ. ഓ ഹല്ലേലൂയ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിലാ നീ ഇരിക്കുന്നത്. നീ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നീ മറന്നു പോകല്ലേ, പാസ്റ്ററിന്റെ മുമ്പിലല്ല, ഗായക സംഘത്തിന്റെ മുമ്പിലല്ല, സ്റ്റേജിന്റെ മുമ്പിലല്ല, മഹാനായ ദൈവത്തിന്റെ മുമ്പില് ആമേൻ, അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പില് ആമേൻ, യഹോവ എൽയോൻ, മഹോന്നത ദൈവം. ഹല്ലേലൂയ. അവന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നേ. ഹല്ലേലൂയ. ശത്രുവായവൻ ആ ചിന്ത നിന്നിൽ നിന്നും മാറ്റി ഹല്ലേലൂയ നിന്നെ പല വേറെ കാര്യങ്ങളിലേക്ക് നടത്തുമ്പോൾ നീ പറ, യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ റോയി, യഹോവ റോയി, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവമേ, ഹല്ലേലൂയ. നീ ആ സാന്നിധ്യ ബോധത്തോടു കൂടെ നീ ആരാധിക്ക. നീ ഓരോ ആരാധനയിലും വരുന്നത് ഇന്നു മുതൽ, ഇന്ന് മാർച്ച് 6-ാം തീയതി 2024 നിന്റെ ബൈബിളിൽ എഴുത്, ഇന്നു മുതൽ എന്റെ ആരാധനയ്ക്ക് വ്യത്യാസം വരികയാ. ഓരോ ദിവസവും ആരാധിക്കാൻ ഞാൻ മുഴങ്കാലിൽ മടക്കുമ്പോ ഞാൻ മഹാനായ ദൈവം, ഓ ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിലായി ഇരിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾക്കാർക്കും അവന്റെ മുമ്പിൽ ഇരിക്കാനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. പക്ഷെ ക്രിസ്തു യേശുവിന്റെ രക്തത്താല് ആമേൻ, ആമേൻ, ക്രിസ്തു യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് ആ ആഗമനം സാധ്യമായത്. ആമേൻ. ആ രക്തം വ്യർത്ഥമായി പോകുവാൻ ഇടവരരുത്. നീ ആരാധനയെ ലാഘവമായി കാണരുത്. ആമേൻ. ഹല്ലേലൂയ. കേൾക്കുന്ന ഓരോ ദൂതും ആമേൻ, ആര് പറഞ്ഞതായിക്കോട്ടെ, കേൾക്കുന്ന ഓരോ ദൂത് ആമേൻ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ പറയുന്ന മെമ്മറി വേഴ്സ് ആണെങ്കിൽ പോലും അതിന്റെ അകത്തുനിന്ന് കർത്താവ് നിന്നോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. സഭാമധ്യേ പറയുന്ന എല്ലാ വാക്യവും നിന്നോടുള്ള ദൂത. അതുകൊണ്ട് നീ ശ്രദ്ധയോടെ കേൾക്ക്, എന്നിട്ട് ആരാധിക്ക്. ആമേൻ. ആത്മീക ശുശ്രൂഷയിൽ നിന്റെ അകത്ത് തീ കത്തിക്കൊണ്ട് ആരാധിക്കുമ്പോഴാ വിടുതൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രാണനെ തണുപ്പിക്കുന്ന എന്റെ ഇടയിൽ, പ്രാണനെ തണുപ്പിക്കുന്ന എന്റെ ഇടയിൽ. എന്റെ ഉള്ളിൽ വിഷമവും സങ്കടവും എല്ലാം വരുവാണെങ്കിലും എന്റെ ഇടയനോട് പറഞ്ഞ എന്റെ പ്രാണനെ അങ്ങ് തണുപ്പിക്കും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ പോകുമ്പോ എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഭയമുണ്ട്, എന്തായിത്തീരും എന്നുള്ളത്. പക്ഷെ എന്റെ ദൃഷ്ടി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരെ, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. അവങ്കലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ എന്റെ ഇടയനിലേക്ക് എന്റെ ശ്രദ്ധ, ആ ശ്രദ്ധയോടെ ഞാൻ നോക്കുമ്പോൾ എന്റെ പ്രാണൻ അങ്ങൊരു തണുപ്പ് വരുമെന്നേ. തൊട്ടടുത്ത് പറയുന്ന കാര്യമാ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന
വാക്യത്തിന്റെ പ്രധാന ബിന്ദു. 4-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗ്യം എഴുതിയിരിക്കുക: കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. നിന്റെ വടിയും കോലും. നമുക്ക് 23-ാം സങ്കീർത്തനം എന്നൊക്കെ കേൾക്കുമ്പോ പച്ചപ്പുല്ലുണ്ട്, നല്ല ശാന്തമായ സ്വസ്ഥമായ വെള്ളത്തിനരികെ അവൻ എന്നെ കിടത്തുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വാക്യം കൂടിയുണ്ട്: നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എന്ത് ഈ വടിയും കോലും? ഈ വടിയും കോലും ഒരു ആട്ടിടേന്റെ പേരില് രണ്ടുദ്ദേശത്തിനാണ്. രണ്ടിനും രണ്ടുദ്ദേശങ്ങളാണ്. ഈ വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന, എണ്ണാനായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു വടി കൊണ്ട് ഇങ്ങനെ എണ്ണും. ഓരോ ആടുകളെയും എണ്ണും. രാത്രിയൊക്കെ തങ്ങാൻ പോകുമ്പോഴത്തേന് ഒരു സ്ഥലത്ത് എല്ലാവരെയും കൂട്ടി, ഒരു ചെറിയൊരു സ്ഥലത്തെല്ലാം കൂട്ടി കിടത്തി ഇങ്ങനെ എണ്ണും. ഓരോ വടിയും വെച്ച് എണ്ണി എല്ലാം ഉണ്ടല്ലോ, 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ 200, അത് എണ്ണ. അടുത്തൊരു ഉദ്ദേശം കൂടി ഈ വടിക്കുണ്ട്. ഏതെങ്കിലും ആട് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ വടി കൊണ്ട് ഒരു നല്ലൊരു കൊട്ട് കിട്ടും. അപ്പോൾ എന്താവും? ആ ആട് തിരിച്ച് ആ കൂട്ടത്തിലോട്ട് വരും. ആടിന് പെട്ടെന്ന് മനസ്സിലാവും ഈ പോകുന്ന വഴി ശരിയല്ല, അതുകൊണ്ട് അടിയോ കിട്ടിയത്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട്. അതാണ് വടി. കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിടേന് ഒരെണ്ണമുള്ളത്, ഇച്ചിരി നീളമുള്ളതാണ്. അത് ആട്ടിടേന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നീളമുള്ളത് കൊണ്ട് ഇച്ചിരി ഒന്ന് നടക്കാനുള്ള സഹായത്തിനും. അതിനേക്കാൾ ഉപരി ആ കോലിന്റെ യഥാർത്ഥ ഉപയോഗം ഏതെങ്കിലും ചെന്നായോ ഒരു വന്യജീവിയോ വരികയാണെങ്കിൽ അതിനെ അടിക്കാനും അതിനെ ഓടിക്കാനും ഉപയോഗിക്കുന്ന സാധനമായി കോൽ എന്ന് പറയുന്നത്. ഈ കോല ഇച്ചിരി വലുതായിട്ട്, ഇംഗ്ലീഷില് അതിന് സ്റ്റാഫ് എന്ന് പറയും, വടിക്ക് റോഡ് എന്നാ പറയുന്നത്. ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ഈ കോല്, ചെങ്കോൽ എന്നൊക്കെ പറയുന്ന അധികാരം. ചെങ്കോൽ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ആ ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയതാണ് ചെങ്കോൽ. അപ്പൊ കോലെന്ന് പറയുന്ന അധികാരത്തെ കൂടി കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ദാവീദ് പറയുക, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദാവീദ് ഇവിടെ പറയുന്ന വടി, അടി കിട്ടുന്ന വടി എന്നെ ആശ്വസിപ്പിക്കുന്നു. കോലെന്തായാലും നമ്മൾ ആശ്വസിപ്പിക്കും, കാരണം അത് വന്യജീവിക്കെതിരെയാണല്ലോ. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ വടി എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഒരു ഇടയനായി നടന്ന ദാവീദിന് കൃത്യമായിട്ട് അറിയാം, ഏതെങ്കിലും ആട് തെറ്റിപ്പോകുമ്പോ സന്തോഷത്തോടു കൂടിയല്ല ഈ ഇടയൻ അതിനടിക്കുന്നത്. അത് പഠിച്ച് അതിന് മനസ്സിലാക്കി തിരിച്ച് യഥാർത്ഥ വഴിയിൽ വരാനാ. ചുരുക്കി പറഞ്ഞ ആ ആടിന്റെ മുകളില് ഇടയന്റെ ദൃഷ്ടി ഉണ്ടായത് കൊണ്ടാ അതിനാ വടി കൊണ്ട് അടി കിട്ടിയതും അത് തിരികെ കൂട്ടത്തിലേക്ക് വന്നത്. ചുരുക്കി പറഞ്ഞ അടി കിട്ടാനുള്ള ആദ്യത്തെ കാരണം ഇടയന്റെ ദൃഷ്ടി ആ ആടിന്റെ മുകളിൽ ഉണ്ടായത് കൊണ്ടാണ്. പറഞ്ഞതിന്റെ സാരം, നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് വേദനയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നീ ഓർത്തോ, നിന്റെ കർത്താവിന്റെ ദൃഷ്ടി നിന്റെ മുകളിൽ ഉള്ളതുകൊണ്ട് നീ അവിടെ നിന്നും മാറിപ്പോകാതെ, തെറ്റിപ്പോകാതെ നിന്നെ ശരിയായ വഴിയിൽ നടത്താൻ. അതുകൊണ്ട് നിനക്ക് അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കായി നീ മനസ്സ് തുറന്നു പറഞ്ഞു, കർത്താവേ സ്തോത്രം, ആമേൻ, നിന്റെ വേദനയ്ക്കായി സ്തോത്രം, നീ തന്ന വേദനയ്ക്കായി സ്തോത്രം, നീ തന്ന ഭാരത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞു. മനസ്സ് തുറന്നു പറഞ്ഞു. ആ വേദന നിനക്ക് കർത്താവ് അനുവദിച്ച് തന്നത് നീ തെറ്റിപ്പോകാതെ കൂട്ടത്തിലേക്ക് തന്നെ, ശരിയായ വഴിയിലേക്ക് തന്നെ വരാനാ. ചുമ്മാ വരാൻ മാത്രമല്ല, ആ വഴിയിൽ നീ നടന്നു കഴിഞ്ഞാൽ
നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ആമേൻ രക്ഷിക്കുന്ന ആമേൻ അധികാരത്തിന്റെ കോലുള്ളവനാ ഹല്ലേലൂയ നിന്റെ ഇടയൻ. അതുകൊണ്ട് ആ അധികാരത്തിന്റെ വലിയ ക്രിയ, ആമേൻ, അധികാരത്തിന്റെ വലിയ സംരക്ഷണം നിനക്ക് ലഭിക്കുവാൻ വേണ്ടി ആമേൻ അതിനുള്ള ഒരു ഉപാധി മാത്രമാ ആ വടിയെന്ന് നീ വിശ്വസിച്ചാൽ മതി, അത്രമാത്രം നീ കരുതിയാൽ മതി. അതുകൊണ്ട് നിനക്ക് ആ വടിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വേദനയ്ക്കായി നീ സ്തോത്രം പറഞ്ഞു. കാരണം ആ വടി ലഭിച്ചതിന് ശേഷം, ആ വടിയിൽ നിന്ന് അടി ലഭിച്ചതിന് ശേഷം ആമേൻ നിന്നെ സംരക്ഷിക്കുന്ന ഒരു കോലുമായി എൻ്റെ ഇടയൻ അവിടെ നിൽക്കുന്നുണ്ട്. യഹോവ എൻ്റെ ഇടയൻ, ആ ഇടയൻ എന്നെ കാത്തുകൊള്ളും. അവൻ പറയുന്ന വഴിയിലൂടെ ഞാൻ നടക്കുകയാണെങ്കിൽ ആമേൻ പച്ച പുൽപ്പുറങ്ങളിൽ ഹല്ലേലൂയ അവൻ എന്നെ നടത്തി ആമേൻ ശാന്തമായ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ. ഹല്ലേലൂയ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ. ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നുള്ളതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുത്തി ഒലിക്കുന്ന വെള്ളത്തിന്റെ അരികെ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വഴുക്കലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ആട് അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ആടിന് അങ്ങനെ വലിയ ശേഷിയൊന്നുമില്ല, ആട്ടുകുട്ടികൾക്ക് പ്രത്യേകിച്ചും ആ ഒഴുക്കിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വെള്ളത്തിന്റെ സ്രോതസ് നോക്കിയിട്ടാണ് ആര് നിൽക്കുന്നത്? വന്യജീവികൾ നിൽക്കുന്നത്. കാരണം എന്താ? ഈ സിംഹം, പുലി, ചെന്നായ് അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ അതിനറിയാം ഈ വെള്ളത്തിനരികെയായിരിക്കും ഏത് ഈ മൃഗങ്ങള്, ഈ മാനാകട്ടെ, ഈ പശുക്കളാകട്ടെ, ഈ ആടുകളാകട്ടെ, വന്യജീവികളാകട്ടെ, എല്ലാവരും വെള്ളം കുടിക്കാൻ ഇവിടേക്ക് വരിക. ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അവരുടെ തല ഏറ്റവും താണിരിക്കുന്ന സമയം കൂടിയാണ്. അവിടെ വെച്ച ശത്രു എന്ത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്? ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. കാരണം പെട്ടെന്ന് പ്രതീക്ഷിക്കത്തില്ല. എല്ലാവരും ഒരേ വശത്തേക്ക് തിരിയാനേ പറ്റുള്ളൂ. എല്ലാം വെള്ളത്തിനരികിലാണല്ലോ നിൽക്കുന്നത്, ഒരു വശത്തേക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നിൽ നിന്ന് ആക്രമിച്ച പെട്ടെന്ന് അവർക്ക് തടയാനും പറ്റത്തില്ല. അപ്പൊ അവിടെ ആര് പതിയിരിക്കും? വന്യജീവികൾ പതിയിരിക്കും. പക്ഷേ ഇവിടെ പറയുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചിലരോട് വീണ്ടും പറയുക, നിന്നെ നടത്തുന്നത് സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ആമേൻ ഭീഷണിയില്ലാത്ത, നിനക്ക് ആമേൻ വെല്ലുവിളികളില്ലാത്ത അതുപോലെയുള്ള ശാന്തമായ സ്ഥലത്തേക്കാണ് നിന്നെ നടത്തുന്നേ. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന വടിയുടെ അടിയിൽ നീ പേടിക്കണ്ട. നീ സ്വസ്ഥത പ്രാപിക്കാനായിട്ട്, നിനക്ക് ശാന്തമായി പോകുവാനുള്ളത് ദൈവം കരുതിയിരിക്കുക. അതിനായി സ്തോത്രം. തുടർന്ന് വായിക്കാം. ചേർത്ത് വായിക്കാനുള്ള ഒന്നുകൂടിയാണ് ഐശയ്യാവിന്റെ പുസ്തകം, അതിന്റെ 43-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. ഐശയ്യാവിന്റെ പുസ്തകം 43, അതിന്റെ 2. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ആമേൻ. നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. ഒരു വെളിപ്പാട് കണക്ക് ആമേൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുക, നീ വെള്ളത്തിൽ കൂടെ പോയാലും ഈ നദി നിന്റെ മേലെ എന്ത് വരില്ല? നിന്റെ മുകളിലൂടെ വരാൻ സാധ്യതയില്ല. ആമേൻ. ചിലരോട് പ്രത്യേകമായി പറയുന്നുണ്ട്, ആമേൻ, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവര്. ഹല്ലേലൂയ, എന്റെ തലമുറ എങ്ങനെയായി തീരും? ആമേൻ, ഹല്ലേലൂയ. തലമുറകള് ആമേൻ ഏത് രീതിയിലായി തീരും? ആമേൻ. പ്രയാസങ്ങൾ ഇങ്ങനെ പൊന്തി വരികയാ. ആമേൻ. ഒരു തലമുറ, ആദ്യത്തെ തലമുറ വിശ്വാസത്തിലേക്ക് വന്നു, അവരെല്ലാം ശക്തമായി നിന്നു. പക്ഷെ അടുത്ത തലമുറ എന്തായി തീരും? ആമേൻ. അവരുടെ ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലാകുമ്പോൾ കർത്താവ് പറയാം, നദി നിന്നെ മൂടുവാനായി സ്വർഗത്തിലെ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആമേൻ നിന്റെ എതിരെ വന്നാലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിൽ നീ തകർന്നു പോകുവാൻ, താളടിയായി പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഹല്ലേലൂയ നീ രാത്രികാലം വിളിച്ചു പറയുക. അതുകൊണ്ട് നീ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആമേൻ. ഇത് തന്നെയാ വഴി. നിന്റെ ആരാധനയ്ക്കകത്ത് തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. നിന്റെ മുഴങ്കാലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം വേണ്ടത് ചെയ്യുമെന്നേ. ഹല്ലേലൂയ. നിന്റെ തലമുറകൾ ഒന്നും നഷ്ടപ്പെടാതെ അവരെല്ലാവരും നിത്യതയെ
പ്രാപിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. ആമേൻ, ആമേൻ, ആമേൻ. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോഴുള്ള സമൂഹ മാധ്യമങ്ങൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങള് എല്ലാം പ്രതികൂലമായിട്ട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, മാതൃകയാകുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കണം. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആമീൻ, ഈ മീറ്റിങ്ങിനകത്ത് കുഞ്ഞു കുട്ടികൾ വരെ ആമേൻ അവരെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ആമേൻ ഈ മീറ്റിംഗില് ആമേൻ ഇരുത്തിയ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഈ പ്രായത്തിൽ ആ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ആ ദൈവത്തിന്റെ കരത്തിലേക്ക് പിടിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ കാലശേഷവും അവരുടെ കരങ്ങളെ വിശ്വസ്തയോട് കാക്കുന്നവനെ നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങളുടെ വീടുകൾക്കകത്ത് ആമേൻ ആരാധനയ്ക്ക് പോകുവാൻ, മീറ്റിങ്ങിന് പോകുവാൻ ഹല്ലേലൂയ ഉത്സാഹം നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ മുഖത്തുള്ള ഒരു ആമേൻ ആമേൻ നിങ്ങളുടെ ഭാവ വ്യത്യാസം പോലും പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ, ഓ ഇന്ന് മീറ്റിങ്ങിന് പോകണമല്ലോ, ഒരു ഭാരത്തോടുകൂടെ നിങ്ങൾ പറഞ്ഞാൽ, ഓ ഇന്ന് സൂം മീറ്റിങ്ങിന് ഇരിക്കണമല്ലോ, ഭാരത്തോടു കൂടെ പറഞ്ഞാൽ ആമേൻ അവരതെല്ലാം ശ്രദ്ധിക്കുക, അവരതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അവരതിൽ നിന്ന് കാണും, അവർ പഠിക്കും, അവർ പറയും, ഓ പപ്പാ മമ്മായിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യം. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ടല്ല അവർ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല, നമ്മുടെ ഭാവങ്ങളാ അവര് ആമേൻ ആമേൻ അത് നോക്കിയെടുക്കുന്നത്. നമ്മുടെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ആമേൻ ഉള്ളിലിരിപ്പുകളാ, നമ്മുടെ ചേഷ്ടകളിലൂടെ കാണുന്നതാ അവരെല്ലാം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ, ആത്മീക യോഗത്തിന് പോകുമ്പോൾ ഉത്സാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ കുഞ്ഞുങ്ങളെ അവർ പറഞ്ഞ് പഠിപ്പിക്കണം. ആമേൻ ഹല്ലേലൂയ. മീറ്റിംഗ് ചർച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഞാനും എന്റെ കുടുംബമോ ആമേൻ ഞങ്ങൾ യഹോവയെ സേവിക്കും, അതങ്ങ് എഴുതി വെക്കണം. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഭവനത്തിനകത്ത് എഴുതി വെക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് കണ്ടോ ആമേൻ ഹല്ലേലൂയ, നമ്മൾ ഈ ദേശത്ത് വന്നത് ആമേൻ ഒരു വലിയ ദൈവത്തിന്റെ വിശ്വസ്തതയാ. ആമേൻ ആ വിശ്വസ്തത വിട്ട് ഒന്നും നീ ചെയ്യരുത്, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ തലമുറ ആമേൻ പ്രാർത്ഥനയുടെ ഒരു തലമുറയായി മാറട്ടെ. ആമേൻ അവരെ ഇടപെടുന്ന ആമേൻ പഠിക്കുന്ന മേഖലകളാവട്ടെ. ആമേൻ ആ പിള്ളേര് വളർന്നു വരുമ്പോ ആമേൻ അവർ ആമേൻ സ്കൂളുകളിൽ പോകട്ടെ, ആമേൻ ജോലികൾ ചെയ്യുന്ന മണ്ഡലത്താകട്ടെ, അവരെല്ലാവരും പ്രാർത്ഥനാ മനുഷ്യരായി അറിയപ്പെടണം. അതിനായിട്ട് പ്രാർത്ഥിക്കണം. അവർ പോകുന്നിടത്ത് അവരുടെ ക്ലാസ്മേറ്റ്സ് പറയണം, ഓ ഇദ്ദേഹത്തിന് ആമേൻ ഈ സഹോദരനോട് സഹോദരിയോട് പറഞ്ഞാൽ ആമേൻ ഇതിനൊരു വിടുതലുണ്ടാവും. അവര് പ്രാർത്ഥിക്കുന്നവരാ, അവര് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നവരാ. ജോലി മണ്ഡലത്തിലാവട്ടെ ഹല്ലേലൂയ നമ്മുടെ പിള്ളേരെ കുറിച്ച് പറയണം, ഓ അവര് പ്രവചനപരങ്ങളുള്ളവര്, കൃപാവരങ്ങളുള്ള സഹോദരനാ സഹോദരിയാ. അങ്ങനെ പറയട്ടെ നമ്മുടെ പിള്ളേരെ കുറിച്ച്. ഹല്ലേലൂയ. ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞോ ആമേൻ സൗന്ദര്യ മത്സരത്തിന് 1ാം സ്ഥാനം നേടിയെന്നുള്ള ബഹുമതി അല്ല നമ്മുടെ പിള്ളേർക്ക് വേണ്ടത്. അവർ ആത്മാവിന്റെ കൃപകളുള്ളവരാണെന്ന് പറയണം, ജനങ്ങൾ പറയണം, ചുറ്റുമുള്ളവർ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ദുരുപദേശം ഞാൻ പറഞ്ഞുതരാം. ഏതാന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയും, ആദ്യത്തെ 3 തരമായിട്ട് വിശ്വാസികളെ തിരിച്ചിട്ടുണ്ട്. ആമീൻ ആദ്യത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി ശുശ്രൂഷയിലുള്ളവര്, പാസ്റ്റർമാരായിട്ടുള്ളവര്, ആമീൻ സഞ്ചാര സുവിശേഷകരായിട്ടുള്ളത്, അത് പൂർണ്ണ സുവിശേഷ വേലയിലുള്ളവര്. രണ്ടാമത്തെ ഭാഗം ആമീൻ സുവിശേഷ വേലയോടുകൂടെ ജോലി ചെയ്യുന്നവര്. പിന്നെ ദുരുപദേശം 3ാമത്തത് പൂർണ്ണ സമയ ജോലി. അങ്ങനെ ഒരു ശുശ്രൂഷയില്ല. എന്റെ വചനത്തിൽ നിന്ന് കാണിച്ചു തരാവോ? വിളിക്കപ്പെട്ട എല്ലാവർക്കും ശുശ്രൂഷ ആമീൻ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. സുവിശേഷ വേല അവരുടെ മുകളിലുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം അക്കീലയും പ്രസില്ലിയ. ആമീൻ ഹല്ലേലൂയ. അവര് വെറും ഒരു 2 ദമ്പതികൾ മാത്രം, പക്ഷെ അവരിലൂടെ ആമീൻ അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു മഹാപ്രാസംഗികൻ ആമീൻ വിശ്വാസത്തിലേക്ക് വന്നു, പ്രഗത്ഭനായി തീർന്നു, പൗലോസിനൊത്തവണ്ണമായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെല്ലാം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിന്ന് ആർക്കും ഒഴിവാൻ സാധ്യമല്ല. നമ്മൾ എല്ലാവരും സുവിശേഷ വേലയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും സുവിശേഷ വേലയോടുകൂടെ ജോലി ചെയ്യുന്നവരാണ്. പൂർണ്ണ ജോലി എന്നത് ദുരുപദേശമാണ്, ശത്രുവിന്റെ തന്ത്രമാണ്, മനസ്സിനെ മടുപ്പിക്കുന്നതാണ്. ആമീൻ ആരാധനയും ആത്മീയ കാര്യമെല്ലാം വേറെ ആർക്കും പൂർണ്ണമായി വെറും ലൗകികമായി ജീവിപ്പിക്കുന്നതിലേക്ക് ശത്രുവായ ഇടുന്ന കെണി. അത് പൂർണ്ണ സമയ ജോലി എന്ന് പറയുന്നത് ഒന്നില്ല. ഒന്നുകിൽ പൂർണ്ണ സമയ സുവിശേഷ വേല, അല്ലെങ്കിൽ സുവിശേഷ വേലയോടുകൂടെയുള്ള ജോലി. പറഞ്ഞ് പഠിപ്പിക്കണം പിള്ളേരോട്. ആമേൻ ഹല്ലേലൂയ. ആത്മീക യോഗങ്ങളാണ് കൂടുതൽ ആമേൻ പ്രാധാന്യം അർഹിക്കുന്നത്.
പറയുന്നത്. അത് പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ മുന്നമേ ഒരുക്കങ്ങളായിട്ട് മുന്നമേ ഒരുങ്ങാനായിട്ട് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കോവിഡ് ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്കൂളിലും കാര്യങ്ങളിലും ഒന്നും അല്ല കാര്യം ഇരിക്കുന്നത്. ഒരു കോവിഡ് മതി പരീക്ഷയും സ്കൂളും എല്ലാം തിന്നു പോകാനായിട്ട്. അതുകൊണ്ട് എല്ലാ കാലത്തേക്കും ഇത് ഓർമ്മ വേണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രഥമ സ്ഥാനം, പിന്നെയുള്ളതെല്ലാം ബാക്കി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു രീതിയിൽ നിങ്ങളുടെ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ തലമുറകളോളം കർത്താവില് അവർ ഉറച്ചു. അല്ലെങ്കിൽ വെറും ഒരു കാഴ്ചയ്ക്കായി മാത്രം ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ഒടുങ്ങിത്തീരും തലമുറകൾ. തലമുറകള് മാതൃകളാകണം. ആമേൻ. ഹല്ലേലൂയ. മാതൃകകളായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് കൃപാവരങ്ങളുള്ളവരാണെന്ന് മറ്റുള്ളവർ പറയും. അവരുടെ മുഖത്തെ അവരുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം, ഓ, ഇതൊരു കൃപയുള്ളവരാണല്ലോ. അതുപോലെ പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പിള്ളേരെ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പാസ്റ്റർമാരുടെ അവിടെ കൂടെ മീറ്റിങ്ങുകൾക്ക് പോവാൻ, പരസ്യയോഗത്തിന് പോകാനായിട്ട് എല്ലാം ചെറുപ്രായത്തിലേ പഠിപ്പിക്കണം. പറയണം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ, മറ്റുള്ളവരുടെ വിഷയങ്ങളില് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അതിന്റെ ആ നിർണയത്തിൽ ഞാൻ നിൽക്കും. അതിൽ ഉറച്ചു നിൽക്കുക. മൂന്നാമത്തെ ദുരുപദേശം, ഒരു കാരണവശാലും മക്കളുടെ തലയ്ക്കകത്ത് കയറുവാൻ. പൂർണ്ണ സമയ ജോലി എന്ന ഏറ്റവും വലിയ ഹല്ലേലൂയ ദുരുപദേശം. നമ്മുടെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ദുരുപദേശത്തിൽ നിന്നൊരു വിടുതല് നമ്മുടെ സഭയ്ക്ക് വേണം. പൂർണ്ണ സമയ ജോലി എന്ന് പറയുന്ന ഈ ദുരുപദേശത്തിന്റെ ഒരു അവസാനം നമ്മൾ കൽപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. വേഗത്തിൽ തന്നെ തിരിച്ചു വരട്ടെ. ആമേൻ. ഈ വടിയും കോലും അനുസരണയും പ്രാണനുള്ള തണുപ്പിക്കലും കൂരിരുൾ എല്ലാം അതിൻ്റെ പ്രതിഫലം. അതാണ് തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ ശത്രുക്കൾ കാണെ നിനക്കൊരു ഒരുങ്ങുകയാണ്. ഇത്രത്തോളം നിന്നെ പ്രയാസപ്പെടുത്തുന്ന, നിന്റെ പ്രാണന് വിഷമം തട്ടുന്ന, നിനക്ക് വടികൊണ്ട് അടി കിട്ടുന്ന അവസ്ഥകള്, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള എല്ലാ അവസ്ഥകളും കർത്താവ് അനുവദിക്കാൻ കാരണം നിന്റെ ശത്രുക്കൾ കാണെ നിനക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന മേശ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലയിലുണ്ട് എണ്ണയുടെ അഭിഷേകം, അതങ്ങ് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും വിചാരിച്ചിരിക്കുന്നത് ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ആദ്യം ചെയ്തത് ഗോലിയാത്തിനെ കൊല്ലുന്നതാണെന്നല്ല. ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ആദ്യം അവൻ ചെയ്യുന്നത് വാദ്യോപകരണം ഉപയോഗിച്ച് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ശൗലിന്റെ ദുഷ്ടാത്മാവ് അതിനകത്തുനിന്ന് മാറിയെന്ന പറഞ്ഞതിന്റെ സാരം. നിന്നെ നടത്തുന്നത് ഒരു അഭിഷേകത്തിലേക്കാണ്, നിന്നെ നടത്തുന്നത് ഒരു കൃപാവരത്തിലേക്കാണ്. നിന്റെ കൃപാവരം നിന്നിൽ നിന്ന് വെളിപ്പെടുമ്പോൾ നിന്റെ സാഹചര്യങ്ങളിൽ, നിന്റെ കൂടെയുള്ളവരുടെ സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അശുദ്ധാത്മാവ് അവരിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോകുവാനുള്ള രീതിയിലുള്ള അധികാരം നിനക്ക് വരും. അഭിഷേകം എന്ന് പറഞ്ഞാൽ അധികാരം കൂടിയാ. ഹല്ലേലൂയ. ദാവീദിനെ അഭിഷേകം ചെയ്തത് ഹല്ലേലൂയ ആ അഭിഷേകം കാരണം ആ ശൗലിന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് അവന് വിട്ടുപോകുക മാത്രമല്ല, രാജ്യത്തിന്റെ അധികാരം വരെ നിനക്ക് ഹല്ലേലൂയ ദാവീദിന് കൊടുത്തെങ്കിൽ ഇന്ന് ഈ രാത്രികാലം നിന്നോട് ദൂതറിയിക്കുക, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഈ ദൈവത്തിന്റെ യഹോവ റോയി, എന്റെ ആട്ടിടയൻ അവന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ അവന്റെ വഴിയിൽ നടന്ന് ഹല്ലേലൂയ അവനോളം നീതിപാതകളിൽ അവനോട് കൂടെ നടക്കുകയാണെങ്കിൽ നിന്നെ അവൻ അഭിഷേകം ചെയ്യും. ആത്മീകമായി മാത്രമല്ല,
മാത്രമല്ല ഭൗതികമായ അധികാരത്താലും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ. ദൂതേറ്റെടുക്കുന്നവർക്കായ സ്തോത്രം. ആമേൻ. അനുഗ്രഹം തികച്ചും ഭൗതികം മാത്രമല്ല, ആത്മീകം മാത്രവുമല്ല, രണ്ടും ഒരുമിച്ചും കൂടി വരുന്നത്. ഹല്ലേലൂയ. അത് കണ്ട് ആമേൻ നീ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. നീ മക്കളെ ആമേൻ സമർപ്പിക്കുമ്പോൾ അഭിഷേകത്തിനായി സമർപ്പിക്കുക. ആമേൻ. പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ കർത്താവേ അഭിഷേകത്താൽ നിറയ്ക്കണേ. ദാവീദിന്റെ മുകളിൽ പകർന്ന അഭിഷേക തൈലം പോലെ. ആമേൻ. ഹല്ലേലൂയ. എലിസബത്തിന്റെ ആമേൻ ആമേൻ ഉദരത്തിൽ ഇരുന്ന യോഹന്നാൻ സ്നാപകൻ അഭിഷേകത്താൽ നിറഞ്ഞു പോലെ ആമേൻ നമ്മുടെ മക്കൾ അഭിഷേകത്താൽ നിറയണം. ആ അഭിഷേകം അവരിൽ വ്യാപരിക്കുമ്പോൾ ആമേൻ അവരുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാകട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവര് വെറുതെ ആമേൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരിലൂടെ വെളിപ്പെടുന്ന ആമേൻ ആത്മചൈതന്യം കൊണ്ട് അവിടെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ വ്യത്യാസങ്ങൾ വരും, ദുരാത്മാവ് ഓടിപ്പോകും. ആമേൻ. സൗഖ്യങ്ങൾ സംഭവിക്കും, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനോടൊപ്പം തന്നെ ശ്രേഷ്ഠമായ അധികാരവും സ്വർഗത്തിലെ ദൈവം നൽകി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരെ വലിയ അധികാരങ്ങൾ ഈ സഭയിൽ ദൈവം ഏൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീകമായി മാത്രമല്ല ഭൗതികമായ അധികാരങ്ങൾ ചിലരെ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അഭിഷേകം എപ്പോഴും വരുന്നത് ആമേൻ ആത്മാവിന്റെ മാത്രമല്ല, ആമേൻ ഭൗതികമായ തലത്തില്. ഹല്ലേലൂയ. ഏറ്റെടുക്കുക. ഹല്ലേലൂയ. കർത്താവേ ആ അഭിഷേകം വേണം. ആമേൻ. അഭിഷേകം വേണം, അഭിഷേകം വേണം. ഹല്ലേലൂയ. അഭിഷേകത്താൽ ഞാൻ ഒരിടത്തേക്ക് പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആത്മമണ്ഡലത്തിന്റെയും ഭൗതിക ആമേൻ മണ്ഡലത്തിന്റെയും ഇടയിലുള്ള വാതിലുകളായി തീരണം. നമ്മൾ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ടെന്ന് കരുതുക. ആ ബാറ്ററി ഒരു കയ്യിലും മറ്റു കയ്യിൽ ഒരു കുഞ്ഞു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബൾബ് ബാറ്ററിക്ക് ഒപ്പം രണ്ട് വയറായിട്ട് കണക്ട് ചെയ്താൽ എന്തായി? അതിൽ നിന്ന് പ്രകാശം വരാൻ തുടങ്ങും. നമ്മൾ പോകുന്നിടത്തൊക്കെയും ആ പ്രകാശം വ്യാപരിക്കാനിട വരും. ചുരുക്കി പറഞ്ഞാൽ ആ ബാറ്ററിയുടെ ഇന്ധനത്തിൽ നിന്ന് ആ പ്രകാശം മറ്റുള്ളവർ കാണുവാൻ ഇടവരും, ആ ബൾബ് ഉള്ളത് കൊണ്ട്. അതുപോലെ ആത്മാവിന്റെ ആ തലത്തിൽ നിന്നുള്ള വലിയ വിടുതലുകൾ നമ്മുടെ അഭിഷേകത്തിലൂടെ ഈ ഭൗതിക മണ്ഡലത്തിലേക്ക് നമ്മൾ അങ്ങ് വിതറണം. അപ്പോൾ ചുമ്മാ നമ്മളൊന്ന് കാല് കുത്തുന്ന ദേശമായിക്കൊള്ളട്ടെ. നമ്മൾ ഭൗതികമായി നോക്കുമ്പോൾ ഒരു കാലേ കുത്തിയുള്ളൂ, പക്ഷേ ആമേൻ ആ ബാറ്ററിയിൽ കണക്ട് ചെയ്ത ബൾബിൽ നിന്ന് പ്രകാശം വരുന്ന പോലെ ആമേൻ നമ്മുടെ ആത്മമണ്ഡലം ഒരു വലിയ മണ്ഡലം തന്നെയുണ്ട്. നമുക്ക് അദൃശ്യമായിരിക്കുന്ന ഒരു വലിയ മണ്ഡലം നമ്മുടെ ചുറ്റിനും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതൊന്നും കാണാനോ കേൾക്കാനോ അതിന്റെ അധികാരങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ള അഭിഷേകം ആമേൻ ആ ആത്മമണ്ഡലത്തെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വ്യാപരിപ്പിക്കാനായിട്ട് വരും. അതുപോലെ ഹല്ലേലൂയ അതിൽ വിശ്വസിച്ച് ഓരോ ദേശങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവേ അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകത്തിലൂടെ ആമേൻ വിടുതൽ വ്യാപരിക്കട്ടെ. അതുപോലെ വിശ്വസിക്ക്. ഇത് വെറും പറയുന്ന വാക്കുകളല്ല. ആമേൻ ഹല്ലേലൂയ. വെറുതെ അങ്ങ് സമയം പോകാനായിട്ട് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. വിശ്വസിക്ക്. ആമേൻ നീ കാല് കുത്തുന്ന ദേശങ്ങള് ആമേൻ അഭിഷേകം നിന്നിലൂടെ വ്യാപരിച്ച് അവിടെ വിടുതൽ സംഭവിക്കും. നിനക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ സംഭവിക്കും. നീ കാല് കുത്തുന്ന ദേശത്ത് നീ പറയണം, ഇവിടെ ആരാധന ആരംഭിക്കണം. ഹല്ലേലൂയ. ഈ ഭവനം, നീ ഒരു ഭവനത്തിലേക്ക് കാലുകുത്തുമ്പോൾ നീ പറയണം, ഈ വീട്ടിലുള്ള എല്ലാവരും ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തേക്ക് ചേർക്കണം. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും നിന്റെ ഉള്ളില് ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആ മൂന്നാമത്തെ ദുരുപദേശം അതങ്ങ് വിട്ടുകളാ. നീ എപ്പോഴും സുവിശേഷ വേലയോട് കൂടെ ജോലി ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ സുവിശേഷ വേലയോടുകൂടെ ജോലി ചെയ്യുന്നവനാണ്. നിന്റെ ജോലി എന്ന് പറയുന്നത് ആ സുവിശേഷ വേലയെ ചെയ്യാനുള്ള ഉപാധിയാണെന്നുള്ളത് നീ ആമേൻ ഉറച്ച് വിശ്വസിച്ച് നീ ചെല്ലുന്ന ദേശമൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് കൂടെ ചെല്ലുന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ചെല്ലുന്നുണ്ടെന്ന് ആമേൻ വീണ്ടും വീണ്ടും നിന്നോട് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ദിവസം മുഴുവൻ നിനക്കത് ഓർമ്മ വരും. ആമേൻ നീ ദൈവ പൈതലാ. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതാ. ഹല്ലേലൂയ. അതിലൂടെ നടക്കുക. ആമേൻ നിന്നെ നടത്തുവാൻ യഹോവ റോയി. ഹല്ലേലൂയ. നിന്റെ ഇടയൻ നിന്നെ നടത്തും. ആമേൻ ഹല്ലേലൂയ. യഹോവ
എന്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, എന്ത് നന്മയുണ്ടോ, എന്ത് കരുണ കർത്താവിൽ നിന്നുണ്ടോ, അതെല്ലാം എന്നെ പിന്തുടരുന്ന അവസ്ഥയിൽ നിന്ന് സങ്കീർത്തകൻ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. അതുവരെ ആമേൻ നന്മയ്ക്കായി ഓടിയിരുന്ന ആമേൻ ആ ആട് ഇപ്പോൾ പറയുക, എന്റെ നന്മയും കരുണയും ഒക്കെ എന്റെ പിന്നാലെ വരികയാ. കാരണം യഹോവ റോയി, യഹോവ റോയി, എന്നെ നടത്തുന്ന എന്റെ ഇടയൻ, എന്നെ വടി കൊണ്ട് എന്നെ കോൽ കൊണ്ട് കാക്കുന്ന അവൻ, എന്നെ നയിക്കുന്ന എന്റെ ഇടയൻ, അവനുള്ളത് കൊണ്ട് നന്മയും കരുണയും എല്ലാ കാലത്തും ആമേൻ ഹല്ലേലൂയ സദാകാലത്തേക്കും എന്നെ പിന്തുടരുമെന്ന് പറയുന്ന മനോഹരമായ സങ്കീർത്തനം, വെളിപ്പാടിന്റെ സങ്കീർത്തനം യഹോവ റോയി. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, യഹോവ റോയി, ആ വെളിപ്പാട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തില് ഇന്നേ ദിവസം മുതൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഓരോ ദിവസവും രാവിലെ ഹല്ലേലൂയ കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തണമേ. ആമേൻ. ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ജാഗരിച്ച് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക മണ്ഡലത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കാൻ തക്കവണ്ണം ഇടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇവിടെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരിലും കർത്താവ് ഞങ്ങളുടെ വലിയ പ്രകാശം കത്തുവാൻ ഇടവരുമാറാകണം. കർത്താവ് ആരാധനയെ തടയുന്ന, വായിൽ നിന്ന് ആരാധന പുറത്തു വരാതെ, ആമേൻ, വചനം ധ്യാനിക്കാൻ സാധിക്കാതെ, അതിന് സമ്മതിക്കാതെ, വചനവായനയ്ക്ക് സമ്മതിക്കാതെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമ്മതിക്കാതെ, ആമേൻ ഹല്ലേലൂയ, കുടുംബങ്ങളെ ആമേൻ പിന്നോട്ട് വലിക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങൾ, ആഭിചാര, ക്ഷുദ്ര, മന്ത്രവാദ പ്രയോഗങ്ങള്, ആമേൻ പാരമ്പര്യ പൗരോഹിത്യ ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമവിശ്വാസത്തിന് വിട്ടുപോട്ടെ. ഹല്ലേലൂയ. ഒരു പൂർണ്ണ വിടുതല് കർത്താവേ ഈ രാത്രികാലം ഭവനങ്ങളിലെല്ലാം നടത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആരാധരിക്കുന്ന ആമേൻ കുടുംബം, ശുശ്രൂഷിക്കുന്ന കുടുംബം, സുവിശേഷ വേലയിലായിരിക്കുന്ന കുടുംബം, കൃപാവരങ്ങളുള്ള കുടുംബം, ഹല്ലേലൂയ, ജീവിതാവസാനം വരെയും യഹോവയെ സേവിക്കുന്ന കുടുംബം, സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കേൾപ്പിക്കപ്പെട്ട എല്ലാ ദൂതുകൾക്കായും കർത്താവ് സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുറവുകളുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് എത്രയും വേഗം അങ്ങുമായി ചേർന്ന് ആ കുറവുകളെല്ലാം നികത്തി കർത്താവെ അതിൽ നിന്നെല്ലാം മാറി കർത്താവെ ഹല്ലേലൂയ അങ്ങുമായി ചേർന്ന് നടക്കാൻ അങ്ങ് സഹായിക്കും. രഹസ്യ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് തന്നെ ഞങ്ങളെ വിടുവിക്കുവാൻ, അതിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എത്രയും പെട്ടെന്ന് ആ ഇടയന്റെ കൂടെ നടക്കുവാൻ, അതിന്റെ വിടുതലിലേക്ക് നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച. ഞങ്ങളുടെ മുഴുവനായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്വന്തം യേശു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സമയം നൽകിയ കർത്തൃദാസനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് നന്ദിയും സ്തോത്രവും ചെയ്യുന്നു. സഭകളെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.